കണ്ണൂരിലെ മട്ടന്നൂരിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ടെലിഫോണിൽ ചേരുന്നു. അരുൺ, ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ SFIക്കാർ മാത്രമാണോ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര മണിക്കാണ് അവിടെ എത്തിച്ചേർന്നത്? പറയൂ. ടൗണിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. അതിനുശേഷം SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനിടെ SFIയുടെ ജില്ലാ നേതാക്കളെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ ഇപ്പോൾ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ മട്ടന്നൂർ ടൗണിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFI നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വാഹനം, പോലീസ് വാഹനം, രണ്ട് വാഹനവും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ച് മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ അല്പസമയം മുന്നും തള്ളും പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് സംഘം മർദ്ദിച്ചു, കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ മർദ്ദിച്ചു എന്നതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ വാഹനം തടയുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. എന്നാൽ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത SFI നേതാക്കളെ ഇപ്പോൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ അല്പസമയം സംഘർഷ സാഹചര്യം ടൗണിൽ നിലനിന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുകയും അതിനിടയിൽ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ അല്പസമയം മുന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. SFIയുടെ ജില്ലാ നേതാക്കളെ മർദ്ദിച്ചു. SFI നേതാക്കളെ പോലീസ് സംഘം മർദ്ദിച്ചു എന്നതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്തത്. നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് പോകും എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത് പോയ വാഹനം അല്പനേരം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പിന്നീട് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യമുണ്ടായി. കസ്റ്റഡിയിലെടുക്കുമ്പോൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് സംഘം മർദ്ദിച്ചു എന്നതാണ് ആരോപിക്കുന്നത്. ഇപ്പോഴും മട്ടന്നൂർ ടൗണിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബലം പ്രയോഗിച്ച് SFIയുടെ നേതാക്കളെ, പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടുന്ന് നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഗവർണർക്കെതിരെ SFI കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയാണ്. നാളെ വയനാട്ടിൽ എത്തുന്ന ഗവർണർ ഇന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുമ്പാണ് എത്തിയത്. അതിനുശേഷം റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് ഗവർണർ യാത്ര തിരിച്ചത്. അതിനിടെയാണ് മട്ടന്നൂർ ടൗണിൽ വെച്ച് SFI പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ആണുള്ളത്. എന്നാൽ SFI കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ മട്ടന്നൂരിൽ ഗവർണർക്കെതിരെ SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു, പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷമുണ്ടാക്കിയെന്നാണ് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. വീണ്ടും അവിടെ സംഘർഷം തുടരുന്നു എന്നാണ് സൂചനകൾ വരുന്നത്. സർവകലാശാലകളുടെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും സ്വയം നോമിനേറ്റ് ചെയ്ത്